അപ്പം അങ്ങനെ ഇന്ന് റമദാൻ ആറായില്ലേ. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങളൊക്കെ. ബീഫ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ, കട്ട പിടിച്ചിട്ടേ നല്ല കട്ടായിട്ടുണ്ട്. ഫ്രീസറിൽ വെച്ച കാരണം ഭയങ്കര കട്ടയാണ്. അപ്പോൾ അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അയില പൊരിക്കണം കേട്ടോ. കുറേ നേരം അതിൻ്റെ മുകളിൽ കിടന്ന് മല്ലി കെട്ടി വിടണില്ല ഗൈസ്. കുറേ വെള്ളം ഞാൻ മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് ഇതാക്കിയിട്ടൊക്കെ ആക്കി. ആ ഗ്യാപ്പിൽ ഞാൻ മീൻ നന്നാക്കിയിട്ട് സെറ്റാക്കിയിട്ടു. അപ്പം ഞാൻ അത് ഇറച്ചി വെള്ളത്തിൽ നിന്ന് വിടട്ടെ വിചാരിച്ചിട്ട് ഞാൻ ഉപ്പേരിക്കും ഇറച്ചിക്കുള്ള എല്ലാതും സെറ്റാക്കാൻ വേണ്ടി ഇരുന്ന് അതെല്ലാതും ശരിയാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്താ സംഭവം എന്ന് പറയുക, ഇഞ്ചിയില്ല. ഇഞ്ചിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം ഞാൻ ഓരോരോ പണികൾ ചെയ്തൊക്കെയാണ്. തേങ്ങ വറുത്തക്കാലോ കറിയിലേക്ക് ഉപ്പേരിക്ക് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ചെറിയ ഉള്ളി നന്നാക്കി വെച്ച് ഡപ്പലിട്ടതാണ്. വേപ്പിൻ്റെ ഇല പൊതിഞ്ഞ് വെച്ചതാണ്. എങ്ങനെ വെച്ചാലും കരിയാണ്. അപ്പോൾ ടിഷ്യൂവിൽ പൊതിഞ്ഞിട്ട് വെച്ചതാണ്. എന്നാൽ പിന്നെയും കുറച്ചൊരു കരിച്ചലിന് കുറവുണ്ടാവും കേട്ടോ. അപ്പോൾ ഉപ്പേരി എല്ലാതും സെറ്റാക്കിയിട്ട് ഉപ്പേരി ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ തേങ്ങ വറുത്തത് അരച്ച് വെച്ചു. ഞാൻ മീൻ മസാല പരട്ടി വെച്ചു. പത്തിരിക്കുള്ള വെള്ളം തിളക്കുന്നുണ്ട്. പിന്നെ കട്ട്ലേറ്റിന് ബീഫ് കട്ട്ലേറ്റാണ് കേട്ടോ. കട്ട്ലേറ്റിനുള്ള എല്ലാ സാധനങ്ങളും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കറിക്കുള്ളതാണ് അവിടെ കുക്കറിലിരിക്കണത് കേട്ടോ. ഇത് ഞാൻ കുറച്ച് ഇറച്ചി വെന്തത് വേവിച്ച് വെച്ചതാണ് കേട്ടോ. നാളെ എടുക്കാമല്ലോ വെച്ചിട്ട്, വേവിച്ചതെന്ന് മാറ്റി വെച്ചതാണ് കേട്ടോ. അപ്പം ഓരോരോ വിഭവങ്ങളാണ് ഇപ്പോൾ ഞാൻ തുറന്ന് കാണിച്ചത്. അപ്പോൾ അങ്ങനെ കറിയിൽ ഉരുളങ്ങയും കെട്ട് സെറ്റാക്കി തേങ്ങ വറുത്തത് അതിൽ അരച്ചത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് കട്ട്ലേറ്റ് ഉണ്ടാക്കുകയാണ്. മീൻ മസാല പറ്റിയത് കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ പള്ളിക്കഞ്ഞി ഉണ്ട് കേട്ടോ. അപ്പോൾ എത്ര കൊള്ളുഞ്ഞ് അടുത്ത വീഡിയോയിൽ വരാം കേട്ടോ.